ഫോറിൻ സിറ്റിസൺഷിപ്പ് എടുക്കാൻ പോവുകയാണോ? അഭിനന്ദനങ്ങൾ. പക്ഷെ അതിനു മുമ്പ് ഇന്ത്യയിലെ ഒരു കാര്യം മറക്കല്ലേ. വർഷങ്ങളായി വിദേശത്ത് ജീവിക്കുന്ന പലരും ഫോറിൻ സിറ്റിസൺഷിപ്പ് കിട്ടുന്ന സമയത്താണ് ഇത് ശ്രദ്ധിക്കുന്നത്. അപ്പോഴാണ് ഇന്ത്യയിലെ ചില പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് വീണ്ടും പരിശോധിക്കേണ്ട സാഹചര്യം വരുന്നത്. അന്ന് ചെറിയ കാര്യമെന്ന് കരുതിയ വ്യത്യാസങ്ങൾ പിന്നീട് പ്രധാന ആവശ്യങ്ങൾ വരുമ്പോൾ തടസ്സമാകും. പേരിലെ ചെറിയ വ്യത്യാസങ്ങൾ, ഡേറ്റ് ഓഫ് ബർത്ത് മിസ്മാച്ച്, ഫാമിലി ഡീറ്റെയിൽസിലെ വ്യത്യാസം, മറ്റ് പ്രധാന വിവരങ്ങളിലെ പൊരുത്തക്കേടുകൾ, ഇങ്ങനെ പല കാര്യങ്ങളും. അതുകൊണ്ട് ഫോറിൻ സിറ്റിസൺഷിപ്പ് സ്വീകരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഇന്ത്യൻ ഡോക്യുമെന്റ്സ് ഒരിക്കൽ ചെക്ക് ചെയ്യുക. കാരണം സിറ്റിസൺഷിപ്പ് മാറിയാലും ഇന്ത്യയുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിക്കുന്നില്ല. പ്രോപ്പർട്ടി കാര്യങ്ങൾ, ബാങ്കിങ്, ഫിനാൻഷ്യൽ റെക്കോർഡ്സ്, ഫാമിലി റിലേറ്റഡ് ഡോക്യുമെന്റ്സ്, ഇങ്ങനെ പല സാഹചര്യങ്ങളിലും ഇന്ത്യൻ രേഖകൾ വീണ്ടും ആവശ്യമായി വന്നേക്കാം. ഫോറിൻ സിറ്റിസൺഷിപ്പ് എടുക്കാൻ പോകുന്നവർക്കുള്ള ഇന്ത്യൻ ഡോക്യുമെന്റ് ചെക്ക് ലിസ്റ്റ് വേണോ? സിറ്റിസൺഷിപ്പ് എന്ന് കമന്റ് ചെയ്യൂ, ഇൻബോക്സിൽ അയച്ചു തരാം. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഈ പേജ് ഫോളോ ചെയ്യൂ.